ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തരിക്കഞ്ഞിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് തരിക്കഞ്ഞെന്നും പറയും, തരിക്കാച്ചിയെന്നും പറയും. ഇപ്പം നോമ്പൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് നോമ്പിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡ്രിങ്ക് തന്നെയാണ് ഈ തരിക്കഞ്ഞി. ഇത് എത്ര ടേസ്റ്റിയാണോ അത്ര തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ തരിക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പശു നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 6 ചെറിയ ഉള്ളിയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറുങ്ങനെ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. എന്നാലിത് വല്ലാണ്ട് അങ്ങോട്ട് കറുത്ത് പോകാനും പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സിനും പ്രത്യേക അളവൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അതവിടെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ ഇത് 2 കപ്പ് പാലുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് കിട്ടുന്നവരെ ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ പാല് നന്നായി ചൂടായിക്കണ്. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടാം. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴവർക്ക് അങ്ങനെ ചെയ്യാം, അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി നമുക്കിതൊന്ന് തിളച്ച് കിട്ടുന്നവരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ റവ കട്ട പിടിച്ച് പോകും. പിന്നെ റവ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ. ഇപ്പോൾ അതിവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. പാലൊന്ന് തിളച്ച് കിട്ടിയാൽ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. തരിക്കഞ്ഞി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. പാലൊന്ന് തിളച്ച് കിട്ടിയാൽ തന്നെ റവ ഒക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ തരിക്കഞ്ഞി ഇവിടെ നല്ല കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തരിക്കഞ്ഞി തണഞ്ഞ് കിട്ടുന്നതിനനുസരിച്ചിട്ട് തന്നെ കൂടുതൽ തിക്കായി വരും. ഓവർ തിക്കായി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇത് കുടിക്കാൻ. ഇപ്പോൾ ഇത് ഇത്ര ലൂസില്ലേ, ഇത് തണഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിത് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇത് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ, നമ്മളിത് മാറ്റി വെച്ചിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടില്ലേ. ഇത് കുടിക്കാൻ പറ്റിയൊരു ചൂടിലാണ് ഇപ്പോൾ. അപ്പം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എത്ര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, അത്ര തന്നെ ടേസ്റ്റി ആട്ടോ കുടിക്കാൻ. നോമ്പിന് എല്ലാവരും വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാട്ടോ ഇത്. അധികം കട്ടി കൂടാതെ വലിച്ചു കുടിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. എന്നാൽ കുട്ടികളൊക്കെ ഇത് മടിയില്ലാണ്ട് കുടിച്ചോളും. ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയുള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.